റിപ്പോർട്ട് ബ്രേക്കിംഗ്. സർക്കാരിന് മുന്നിൽ ഉപാധികൾ വെച്ച് കോഴിക്കോട് താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിന്റെ ഉടമകൾ. സമരസമിതിയുടെ ആരോപണങ്ങൾ പരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം. പരിസരവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. പ്ലാന്റിനെതിരായ സമരത്തിൽ അക്രമം നടത്തിയവരെ കണ്ടെത്തണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. നാളെ ചേരുന്ന സർവകക്ഷി യോഗത്തിലും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്ന് ഉടമകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറയുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പോ അതല്ലെങ്കിൽ സാങ്കേതികമായ ഒരു പഠനമോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 100% അന്വേഷിക്കണം. ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒരുപാട് തവണ പല കമ്മിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് സഹകരിക്കാൻ തയ്യാറാണ്. നാളെ ഇനി വേറെ ഏതെങ്കിലും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അതും ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളോടും എന്താ പറയുക ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ വൈകാര്യ ബുദ്ധിയോടുകൂടി പെരുമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനം സംരക്ഷിക്കപ്പെടണം, ഞങ്ങളെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം. അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയും വേണം. അതുമാത്രം ഇന്നേവരെ ശ്രമിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അതന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വി.എസ്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉടമകൾ പറയുന്നത് എന്താണ്? റോഷ്നി, ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട സംഘർഷവും അതിനെ തുടർന്ന് ആ പ്ലാന്റ് ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഫ്രഷ് കട്ട് ഉടമകൾ ഉന്നയിക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ, സമരസമിതി പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സാങ്കേതികമായ പഠനം നടത്തണമെന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട പരാതികളുണ്ട്. ഒന്ന്, അവിടെ അക്രമം നടത്തിയത് പ്ലാന്റ് ഉടമകളുടെ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായും സമരസമിതി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അത് പരിശോധിക്കാൻ ഈ സമരസമിതിയുടെ തന്നെ CCTV ക്യാമറ പ്ലാന്റിന്റെ പരിസരത്തുണ്ട്. നേരത്തെ സമരസമിതി ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി അവിടെ CCTV സ്ഥാപിച്ചിരുന്നു. അതിലെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കണം എന്നുള്ളതാണ് ഈ ഫ്രഷ് കട്ട് ഉടമകൾ പറയുന്നത്. രണ്ടാമതായി, ആരോഗ്യ പ്രശ്നങ്ങൾ, കരിമ്പാലക്കുന്ന് പ്രദേശത്തുള്ള മനുഷ്യർക്ക് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സമരസമിതിയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആരോപണം. ഇത് പരിശോധിക്കാൻ ഒരു മെഡിക്കൽ ബോർഡിനെ തീരുമാനിച്ച് ആ മെഡിക്കൽ ബോർഡ് അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഫ്രഷ് കട്ട് ഫാക്ടറി ആണെന്ന് കണ്ടെത്തിയാൽ ആ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഫാക്ടറി ഉടമകൾ പറയുന്നത്. മൂന്നാമതായി, അവർക്ക് അനുവദിക്കപ്പെട്ട അളവിൽ മാലിന്യം സംസ്കരിക്കാനുള്ള അനുമതി തരണമെന്നും ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ളതുമാണ് ഈ നാളെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഫാക്ടറി ഉടമകൾ പറയാൻ പോകുന്നത്. എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളും അതുപോലെ തന്നെ സമരസമിതിയുടെ ഭാരവാഹികളും നാളത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. നാളത്തെ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കണമോ എന്ന് തീരുമാനിക്കുക. വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.